എടാ ഇപ്പൊ വരുന്നുണ്ട്. കട്ടാക്കിയ. സോ ഗൈസ്, ഞാൻ ഇപ്പൊ ഇത്ര നേരം ഫോൺ വിളിച്ചോണ്ടിരുന്നത് ആർക്കുമല്ലേ ഗൈസ്, നമ്മളെ ഷിൻജാനാണെങ്കിൽ നമ്മളെ വീട്ടിലോട്ട് വരുന്നുണ്ട്. അവനിക്ക് ഇന്ന് തന്നെ വരാൻ പറ്റുള്ളൂ. നമ്മളെ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആകെ അലങ്കോലായിട്ടാണ് ഇരിക്കുന്നത് ഗൈസ്. ഒരാള് വരുമ്പോ വീടൊക്കെ നല്ലൊരു ഇത്തിരി വൃത്തിയിലൊക്കെ വേണ്ട ഇരിക്കാനേ. കണ്ട, നമ്മളെ വീടിന്റെ പെയിന്റ് ഒക്കെ മാറ്റണം. പിന്നെ മേലെ സീനൊന്നുമില്ല അല്ലേ, നമ്മളെ വീട് അത്രക്ക് വലിയ സീനൊന്നുമില്ല. എന്നാലും ഒരിപ്പ് വരുന്നുണ്ടെന്ന് നമ്മള് കുറച്ച് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ സിറ്റി കണ്ടപ്പോൾ എന്തായാലും ഞെട്ടും, കാരണം നമ്മള് സിറ്റിയിലൊക്കെ ഇപ്പൊ ഇത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റിയിൽ എങ്ങനെ ഇത്ര മാറ്റങ്ങളൊക്കെ വന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മളെ ഷിൻജാൻ വരുന്നുണ്ട്. ആ കള്ളപ്പന്നിക്ക് ഇന്ന് തന്നെ വരാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ട്. നമ്മളെ ഫോർച്യൂണർ എടുത്തിട്ട് തന്നെ പോവാൻ നമുക്ക് ആദ്യം. ഓന് ഒന്നും പറയാണ്ട് കട്ടാക്കി കൈ സ്കൂള്. ഓന്ത് പറഞ്ഞൊക്കെ ചഞ്ഞൊന്നും പറയാല്ല. ഞാൻ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്, 2 മണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് എത്തുന്നാണ്. ഈ ചെങ്ങായിക്ക് ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞാൽ മതി. ഇനിയിപ്പോ നമ്മൾക്ക് കുറച്ച് ഇതൊക്കെ വേണമെന്നുണ്ട്. നമുക്ക് കുറച്ച് പച്ചക്കറി ഐറ്റംസ്, ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കണം. നമ്മളെ സിറ്റിയിലത്തെ സ്കൂൾ ഇതാണ് കേട്ടോ ഗൈസ്. കണ്ടോ, ഇതാണ് നമ്മളെ സിറ്റിയിലത്തെ സ്കൂളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഷിൻജാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവനെ സ്കൂളിൽ ചേർക്കാനൊക്കെ കൂടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൈക്കിളകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ഷിൻജാൻ വരുന്ന എയർപോർട്ട് ഇതാണ്. ഇവിടെ ഇപ്പോൾ 2 പ്ലെയിൻ ഉണ്ട്. ഒരു പ്ലെയിനും കൂടി ഉണ്ടായിരുന്നു. ആ പ്ലെയിൻ ഇപ്പോൾ പോയതാവും. കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നല്ല ടൈമും കാര്യങ്ങളൊക്കെ ആവും. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. 5 മണിയല്ല, 4 മണി ആയിട്ടുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ എത്തും എന്നല്ല പറഞ്ഞ, 6 മണിൻ്റെ ഉള്ളിൽ അവൻ എത്തിയിരിക്കും. നമുക്ക് എന്തായാലും കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം. ഇപ്പം നമ്മൾ വീട് കളറ് അടിക്കണം ഗൈസ്. വേണ്ടല്ലോ, വീട് ഇപ്പം അധികം അലങ്കോലൊന്നും ആയിട്ടില്ല. നല്ലോണമൊക്കെ ഒന്ന് വൃത്തികേടാകുമ്പോഴൊക്കെ ഒന്ന് നമുക്ക് നോക്കാമായിരുന്നു. ഇപ്പം നമ്മളെ സിറ്റിയിലത്തെ മെയിൻ സൂപ്പർ മാർക്കറ്റ് ഇതാണ് കേട്ടോ. ഇവിടെ കുറെ തിരക്കുകളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. നമ്മളെ തോന്നുന്നു ഫസ്റ്റ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ പാർക്ക് ചെയ്തേക്കാം. എന്നിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് വരട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് കാണാം. പക്ഷെ എൻ്റെ പൊന്നെ, ഇവിടെയൊക്കെ മേടിക്കാൻ കയറേണ്ടിയിരുന്നില്ല ഗൈസ്. എന്തൊടുക്കത്തെ വിലയാണ് ഗൈസ് ഇവിടെ. ഒരു ബ്രെഡിന് വരെ ഇവിടെയൊക്കെ 40 രൂപയാണ് ഗൈസ്. 5 ഉറുപ്പ്യ കൂടുതലാണ് ഇവിടെ ബ്രെഡിനും കാര്യങ്ങളൊക്കെ. നമ്മളപ്പുറത്തെ സുഗുണേട്ടൻ്റെ കടയിൽ നിന്നൊക്കെ 35 രൂപക്ക് കിട്ടും. ഇവിടെ 40 രൂപക്കാണ് ഗൈസ് ബ്രെഡ് അടക്കം കൊടുക്കണത്. എന്തായാലും ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് 1000 രൂപ അടുത്തോളം ചെലവായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് ഇതൊക്കെ കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് നമുക്ക് വേറെ എന്തൊക്കെ വേണ്ടിയെന്ന് നോക്കാം. പിന്നെ പുതിയൊരു കാറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ തന്നെ വാങ്ങിക്കാം. ഈ ചെങ്ങായി ഇപ്പൊ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇന്നൊന്നും ചെയ്യില്ല. എന്നാൽ 2 ദിവസം മുമ്പ് വിളിച്ചു പറയുകയാണെന്നെങ്കിൽ സീനില്ല. ഇത് എന്തുട്ട് കൈസ്, ഈ വണ്ടി ഇതിന് കൺട്രോളും കിട്ടുന്നില്ല. നമ്മുടെ സിറ്റിയിലത്തെ 2 മരങ്ങളൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഡോറും പോയി. ഇനി ഈ വണ്ടിയായിട്ട് അവനെ വിളിക്കാനൊന്നും പോകാൻ പറ്റില്ല. ചെറുക്കൻ ചിലപ്പോൾ വണ്ടിയിലൊന്നും കയറിയൊന്നും വരില്ല. നമുക്ക് ഒരു മസ്താങ് അല്ലെങ്കിൽ ലംബോർഗിനി അങ്ങനത്തെ വല്ല വണ്ടികളും വാങ്ങിക്കണം ഗൈസ്. ഈ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. ഞാൻ വരുമ്പോൾ വല്ല പെട്ടികളോ അങ്ങനെ വല്ലത് കൊണ്ടിരുന്നുണ്ടെങ്കിൽ ആകെ മൂഞ്ചും. അതിനൊന്നും അധികം ഡിക്കി സ്പേസ് ഇല്ല, ബൂട്ട് സ്പേസ് ഒന്നും അധികമല്ല. വണ്ടി നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട് ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കൊണ്ടാക്കട്ടെ ഗൈസ്. എന്നിട്ട് ഞാൻ പുതിയ വണ്ടി എടുക്കാൻ പോണ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവാം. എൻ്റെ വീടിൻ്റെ കുറച്ചാണ്ട് ബാക്കിലായിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് കാർസൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇതെന്തുട്ട് ഗൈസ്, വണ്ടി ഇങ്ങനെ പൊക്കത്ത് കയറിയിരിക്കണ കയറാൻ പറ്റുന്നില്ല. ഈ വണ്ടിയൊക്കെ അവിടെ കൊടുക്കച്ചാൽ അതിൽ ക്യാഷ് ഒന്നും കിട്ടില്ല, കാരണം ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ പോയിരിക്കണ്. ഓക്കെ, നമുക്ക് എന്തായാലും നേരം ഇത് ഡിക്കല്ലേ. ഇതാണ് മെയിൻ പ്രശ്നം ഇവിടെ. ഞാൻ ഏത് വണ്ടി ഓടിച്ചാലും ഇങ്ങനെ തന്നെയാണ് ഗൈസ്. മര്യാദ കൺട്രോളൊന്നും കിട്ടില്ല. പിന്നെ ഇവിടെ കുറെ സിറ്റികളും കാര്യങ്ങളൊക്കെ വന്ന കാരണം ആ ഒരു ഷോറൂമിലോട്ട് കയറേണ്ട വഴി ഇവിടെ ഇരുന്ന്. പക്ഷെ ഇവിടെയൊക്കെ കുറെ ബിൽഡിങ്സും കൊടുന്ന് വെച്ച കാരണം നമുക്കിപ്പോൾ അങ്ങോട്ട് കയറാനും പറ്റാത്ത അവസ്ഥയായി. പിന്നെ ഇപ്പൊ അങ്ങനെ കറങ്ങി തിരിഞ്ഞിട്ട് വേണം ഗൈസ് നമുക്ക് പോവാൻ വേണ്ടിയിട്ട്. ഇത് എന്തൊട്ട് കഷ്ടാണിത്. ഈ സിറ്റിയിൽ കാർ ഓടിക്കാണ്ടിരിക്കുക നല്ലത്. ഇക്കണക്കാണെന്നുണ്ടെങ്കിൽ കാർ ഓടിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അതാണ് നല്ലത്. പിന്നെ ഇത് ഈ ഒരു പടി കയറിയാലാണ് നമ്മൾ ഷോറൂമിലേക്ക് എത്തുക.
അവിടെ നിന്ന് കയറേണ്ടി ഞാനിപ്പോ ഇവിടെ വന്നിട്ടാണ് കയറേണ്ട അവസ്ഥയാണ് ഗൈസ്. എന്ത് കഷ്ടാണ്. നമുക്ക് എന്തായാലും പോയി കാർസൊക്കെ ഏതാണെന്നൊക്കെ ഒന്ന് നോക്കാം. പിന്നെ ഗൈസ് എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ ഷോറൂമിൽ അധികം വണ്ടികളൊന്നും ഉണ്ടാവില്ല. ഇവിടെ സൂപ്പർ കാർസ് മാത്രം സെക്കൻഡ് ഹാൻഡിന് കൊടുക്കുന്ന ഒരു ഷോറൂമാണ് ഗൈസ്. ഇവിടെ അധികം കാർസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവിടെ മൊത്തം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മൊത്തം സൂപ്പർ കാർസ് ആണ്. ഒരു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ട ലംബോർഗിനി, ബുഗാട്ടി, പിന്നെ ഇവിടെ സൂപ്പറ, പിന്നെ മസ്താങ് ഉണ്ട്. ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് വണ്ടികളാണ്. ഇതൊക്കെ മേടിക്കണതിൻ്റെ ഒരു പകുതി പൈസ നമുക്ക് ഇവിടെ കൊടുക്കേണ്ടി ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനനുസരിച്ച് കംപ്ലൈൻറ്റും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു ഇതുണ്ട്, ഒരു ടെർസൻ കാർ ഉണ്ട്. ഈ വണ്ടി എന്തിനാണ് അവിടെ കൊടുത്തിട്ടിരിക്കുന്നത്? ഇതൊരു സൂപ്പർ കാർ അല്ലല്ലോ. എന്നാലും ഇതിനെന്തൊക്കെ ഒരു പവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മളിതിന് ഓണറിൻ്റെ എല്ലാ വണ്ടിയുടെ കീയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ എന്നിട്ട് എടുത്ത് കൊണ്ടുപോകാന്നൊക്കെയാണ് ആൾ പറഞ്ഞത്. പിന്നെ ഇതെടുത്തിട്ട് ഓടിച്ച് പോകാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ ഹൈ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം നമ്മൾ വരുമ്പോൾ സെക്യൂരിറ്റിയും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ കാറായിട്ട് വരുമ്പോൾ ഒരു സെൻസർ അടിച്ച് അലാറം അടിച്ച് അപ്പോൾ ആൾക്ക് മനസ്സിലാക്കാമല്ലോ നമ്മളാണ് വരുന്നതെന്ന് അറിയണോണ്ട് അവന്മാർ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഈ അലാറം അടിക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ പുറത്തൊന്ന് നോക്കും. കാരണം ഇവിടുത്തെ കാർസ് കാര്യങ്ങളൊക്കെ അടിച്ച് മാറ്റി കൊണ്ടുപോയി അങ്ങനെ എന്തൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ ഒന്നും നോക്കണ്ട. നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വണ്ടി നോക്കി മേടിച്ചാൽ മതി. ഈ ലംബോർഗിനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ലംബോർഗിനി ഒരു ദിവസത്തേക്ക് റെന്റിനാണ് കൊടുക്കണുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമുക്കിപ്പോൾ മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മളതിലൊരു സൂപ്പർ കാർ ഇല്ല. ഞാൻ എന്തായാലും ഈ ലംബോർഗിനി സെലക്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അതാ നല്ലത്. എന്തായാലും പോയിട്ട് ഈ ലംബോർഗിനിയുടെ കീയും എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് എന്തായാലും ക്യാഷും കാര്യങ്ങളൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കിയിട്ടൊന്ന് വരാം ഗൈസ്. ഫൈനലി ഗൈസ് ഞാൻ ഈ ലംബോർഗിനി ഉണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ലംബോർഗിനി കണ്ട ഗൈസ്, ഏതാ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ലംബോർഗിനി അധികം സ്റ്റോക്ക് ലംബോർഗിനിയാണിത്. ലംബോർഗിനിയുടെ പവർ കണ്ട ഗൈസ്, എവിടെ ഇടിച്ചാലും സീനില്ല. പിന്നെ നമ്മളെ ഫോർച്യൂണറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കണം. അതിന് ഗ്യാരേജിലോട്ട് കൊണ്ടുപോയിടണോ. അത് ചിലപ്പോൾ ഞാൻ ഗ്യാരേജിലത്തെ ടോ ട്രക്കിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർ ഇവിടെ വന്നിട്ട് പിക്ക് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുപോയിക്കോളും. പിന്നെ ഒരു ലംബോർഗിനിന് എത്ര രൂപയെന്ന് ചോദിച്ചാൽ ആടാ ഇതിൻ്റെ ബമ്പർ ഒഴിവാക്കി. ഇത് കഷ്ടമാണ് ഗൈസ്. ഇത് എടുത്ത് കൂടുന്നേ ഉള്ളൂ. എന്താ അടങ്ങാറാണ്. നമുക്ക് എന്തായാലും വീട്ടിൽ എടുത്ത് വീട്ടൊന്ന് റിപ്പയർ ചെയ്യാം. പിന്നെ ഈ ലംബോർഗിനിക്ക് എത്ര രൂപയെന്ന് ചോദിച്ചാൽ നമ്മളെ ഈ ഇതാണ് മോഡിഫൈഡ് ലംബോർഗിനി. ഇതിന് ബ്രേക്കൊന്നും ഇല്ലല്ലോ പഠിച്ചോനെ. അതാണ് മോഡിഫൈഡ് ലംബോർഗിനി. ഇത് ഓൾഡ് ലംബോർഗിനി. ഇത് എന്തിട്ട് കേസ് ഇതിന്റെ ബാക്ക് പൊന്തിരിക്കുന്നു കണ്ട. ഇതിന്റെ സസ്പെൻഷൻ ഇത്തിരി പൊന്തിയ പോലെ ഉണ്ട്. ലംബോർഗിനി ഇത് ലംബോർഗിനിയുടെ പോലെ അല്ലല്ലോ ഇപ്പോ. നമുക്ക് എന്തായാലും നേരെ വണ്ടി പോയി ഗ്യാരേജിൽ ഇട്ട് കൊടുത്തേക്കാം. ഞാൻ പറയാൻ വന്നത് ഇതല്ലേ ഗൈസ്, ഈ വണ്ടിക്ക് ഏകദേശം ഒരു സെക്കൻഡ് ഹാൻഡ് ആണ്. ഇതിന്റെ ഒറിജിനൽ വേർഷന് 1 കോടി എടുത്തോളം ഉണ്ട്. നമുക്കിപ്പോൾ അയാൾ പകുതി വിലക്ക് തന്ന് ഇത് 10 ലക്ഷം രൂപക്കാണ് ഗൈസ് നമുക്ക് തന്നത്. കുറെ പ്രശ്നമുണ്ട്. കാര്യം ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഒരു പ്രശ്നം തന്നെ. ഇതിന്റെ ഒരു പ്രശ്നം സ്റ്റിയറിങ് വെറുതെ കിടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതിലാണ്ട് പോകും. പിന്നെ ബാറ്ററി ഒന്നും വർക്കാവൂല. ബാറ്ററി ഇല്ല, ബ്രേക്ക് ഒന്നും വർക്കാവൂല. കണ്ടപ്പോ ബ്രേക്ക് പിടിച്ചിട്ടൊന്നും ഇടിഞ്ഞിട്ട് നിക്കണന്നല്ല ഗൈസ്. ഇത് എന്തുട്ടാണിത്? അല്ല ക്യാമറ ലംബോർഗിനി. ഇത് ഇങ്ങനത്തെ ഒക്കെ ലംബോർഗിനി ഉണ്ട് എവിടെയും ഇടിച്ചിട്ട് ബ്രേക്ക് കിട്ടുന്നത്. ഇത് എന്തുട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെറുതെ തിരിഞ്ഞു പോണ്. റിവേഴ്സ് ഗിയർ ഒക്കെ വർക്കാവുന്നുണ്ട്. അതിനെന്തോ ഭാഗ്യത്തിനാണ്. സ്റ്റിയറിങ് ചില നേരത്തൊന്നും തിരിയുന്നില്ല കേട്ടോ. നമുക്ക് എന്തായാലും ഗ്യാരേജ് കൊണ്ടുപോയിട്ടിട്ട് എന്തായാലും ഒരു 4-5 മണിക്കൂറത്തെ പണിയുണ്ട് ഗൈസ് ഇതിന്. ഇതെന്ത് കഷ്ടമാണ്. ഇത് എത്ര നേരം പിടിക്കുമോ എന്തോ ഇത് റെഡിയാക്കി കിട്ടണമെങ്കിൽ തന്നെ. ഫൈനലി ഗൈസ് നമ്മളിപ്പോ ഷിൻജാനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഷിൻജാൻ ഇത് വരുന്നുണ്ട്. എടാ ഇത് പുതിയ വണ്ടി തന്നെയല്ലേ? ലംബോർഗിനി കണ്ട. ലംബോർഗിനിയാണിത്. എന്നാ ഞാൻ വീട്ടിൽ പോവാൻ കയറി വണ്ടി വന്നിട്ട്. പിന്നെ ഷിൻജാനെ ഇതാണ്ട് നമ്മളെ ന്യൂ സിറ്റിയും കാര്യങ്ങളൊക്കെ കണ്ട. ഇവിടെ പുതിയ ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വന്ന്. സിറ്റി ഒന്നും അതേപോലെ തന്നെ നിക്കൂലല്ലോ. പിന്നെ നമ്മളെ പുതിയ ലംബോർഗിനി കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഇത് ടോയ് കാറല്ല. പ്ലെയിനിൽ കയറ്റി കൊണ്ടുപോകാനൊന്നും അവര് സമ്മതിക്കില്ല. ഇങ്ങനത്തെ വലിയ വണ്ടി എന്താ പണ്ടത്തെ പോലെ തന്നെ. എനിക്ക് ഇതുവരെയായിട്ട് ബുദ്ധിയില്ലല്ല. ഇത്ര വലുതായിട്ട് എനിക്കൊരു ബുദ്ധിയില്ലല്ല. അതെന്താ പശുവിന്റെ ബുദ്ധി എനിക്ക്.
ആ ഒക്കെ ജനല്ലേ പറഞ്ഞ് വായോ വീട്ടിലേക്ക് വായോ. എന്തായാലും വീട്ടിലിരിക്ക്. ഞാൻ എന്തായാലും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്ക് തരാം. ആ എന്നാ ശരി എന്നാ. പിന്നെ ഗൈസ് എല്ലാരും ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. ഫ്രാങ്ക്ലിൻ ബോയ്ന്റെ ചാനൽ ഇപ്പൊ ഡൗൺ ആണെന്നൊക്കെ പറയണ്ടേ. ആടാ ഡൗണൊക്കെ തന്നെയാണ്. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ആ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോ. അപ്പൊ നാളെ ഒരു കിടക്കാജി ഗെയിം പ്ലേ വീഡിയോ വീണ്ടും കാണാം. അപ്പോഴത്തേക്കും ബൈ ബൈ ഗൈസ്.